എസ് അച്യുതാനന്ദൻ 102 വർഷക്കാലം ജീവിച്ചു. ഒരു മനുഷ്യായുസ് എന്ന നിലയിൽ അത് അപൂർവമായതാണ്. എല്ലാവർക്കും കഴിയാത്തൊരു ജീവിതമാണ് വി എസ് ജീവിച്ചതും. അസാമാന്യ സ്ഥൈര്യവും വിശ്വാസവും വേണ്ടത് അപൂർവമായി സംഭവിക്കുന്നത്. ഭൂരിപക്ഷം എപ്പോഴും ശരിയാവില്ലെന്ന് ബോധ്യപ്പെടുത്തിയ ജീവിതരേഖ. എന്തൊരു സംഭവബഹുലമായ ജീവിതം! വി എസ് മുറിച്ചു കടന്ന കനൽ പാതകൾ, താണ്ടിയ നാഴികക്കുറ്റികൾ, വിറപ്പിച്ച കോട്ടമതിലുകൾ, മറിച്ചിട്ട മാമൂലുകൾ. തോട്ടിൻകരക്കപ്പുറത്തെ ചെറ്റപ്പുരയിൽ അമ്മ അക്കമ്മയെ വസൂരി രോഗം കൊണ്ടുപോകുന്നത് കണ്ടുനിന്ന അനാഥമായ ബാല്യത്തിന്റെ കണ്ണീരുറഞ്ഞാണ് വി എസിന്റെ ഉള്ളിൽ ആദ്യം തീ പൊട്ടിയത്. ജാതി മേലാളന്മാരുടെ മക്കൾ അപമാനിച്ചാൽ ഊരിത്തല്ലാൻ അരയിൽ പിടിയറഞ്ഞാണം കെട്ടിക്കൊടുത്ത് പള്ളിക്കൂടത്തിലേക്ക് അയച്ച അച്ഛൻ അയ്യൻ ശങ്കരനാണ് ആ നിഷേധിയെ രൂപപ്പെടുത്തിയത്. പഠിത്തം നിർത്തി 14-ാം വയസ്സിൽ ആസ്പിൻവാൾ ഫാക്ടറിയിൽ കയർ തൊഴിലാളിയായി ജോലി തുടങ്ങിയ ബാലനെ പ്രസ്ഥാനത്തിനായി കണ്ടെടുത്ത പി കൃഷ്ണപിള്ളയാണ് മാർക്സിസത്തിന്റെ മാനവിക ചേതനയിലേക്ക് ജ്ഞാനസ്നാനം ചെയ്തത്. കാലം 1946. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനും ദിവാൻ CPക്കുമെതിരായി ഉത്തരവാദിത്ത ഭരണം ആവശ്യപ്പെട്ട് പുന്നപ്ര, വയലാർ ദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന സായുധ സമരത്തെ തുടർന്ന് ഒളിവിൽ പോയ വി എസിനെ പൂഞ്ഞാറിൽ വെച്ച് പോലീസ് പിടികൂടി. പാർട്ടി രഹസ്യങ്ങളും EMSന്റെയും കുന്തക്കാരൻ പത്രോസിന്റെയും ഒളിയിടവും ചോദിച്ച് മൃഗീയമായ പോലീസ് ഭേദ്യം. ബോധം മറയുവോളം തല്ലി, ചൂരലിനടിച്ച് കാൽവെള്ള പൊട്ടിച്ചു, ബയണറ്റ് കൊണ്ട് കാൽപാദം കുത്തിത്തുളച്ചു, ഇടിമുറിയിൽ ചോര ചാലിട്ടൊഴുകി. മരിച്ചെന്ന് കരുതി കാട്ടിൽ തള്ളാൻ കൊണ്ടുപോകുമ്പോൾ ജീപ്പിലുണ്ടായിരുന്ന മോഷണക്കേസ് പ്രതി കോലപ്പനാണ് ചോരയിൽ നനഞ്ഞുകിടന്ന ശരീരത്തിന് ജീവനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത്. മൃതപ്രായനായ വി എസിനെ പാലാ ആശുപത്രിയിൽ കൊണ്ടിട്ട് പോലീസ് പോയി. മുറിച്ചിട്ടാൽ മുറി കൂടുന്ന വി എസ് എന്ന പ്രതിഭാസം അവിടെ തുടങ്ങുന്നു. പിന്നെയും ഒളിവിടങ്ങൾ, പിന്നെയും തടവറകൾ, സമരമുഖങ്ങൾ, സംഘർഷങ്ങൾ. അവിഭക്ത പാർട്ടിയുടെ ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സമിതി അംഗം എന്നിങ്ങനെ സംഘടനാ ചുമതലകൾ വലുതായി. 57-ൽ ബാലറ്റിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ലോകത്തെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ അധികാരമേൽക്കുമ്പോൾ വി എസ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ 9 പേരിൽ ഒരാൾ. 64-ൽ CPI ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് CPM രൂപീകരിച്ച 32 പേരിൽ ഒരാൾ. പാർട്ടി ജയിക്കുമ്പോൾ വി എസ് തോൽക്കുന്നതും വി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുന്നതും പലകുറി കണ്ടു. ആശയ സമരങ്ങൾ, വിഭാഗീയത, അച്ചടക്ക നടപടികൾ. ഒരുവിധം പറഞ്ഞാൽ പരാജയങ്ങളുടെ തുടർച്ചകളായിരുന്നു വി എസിന്റെ സമരജീവിതം. പാർട്ടിയിലും പാർലമെന്ററി ജനാധിപത്യത്തിലും നിരന്തരം തോറ്റുകൊണ്ടിരുന്നു. പരാജയങ്ങൾ ഭക്ഷിച്ച മനുഷ്യൻ എന്നാണ് MN വിജയൻ വി എസിനെ പറ്റി പറഞ്ഞത്. പക്ഷേ ആശയദൃഢതയിൽ തോൽവികൾ വിജയങ്ങളായി. ഡാങ്കയുടെ ഏകാധിപത്യപരമായ നയസമീപനങ്ങളിൽ നിന്ന് പുറത്തുപോയി അങ്ങനെയുള്ള ഞങ്ങളെ 32 പേരെ വർഗവഞ്ചകന്മാരെന്ന് വിളിച്ച് ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. മുസഫർ അഹമ്മദും ജ്യോതിബാസുവും AK ഗോപാലനും അടക്കമുള്ള 32 പേർ രൂപവൽക്കരിച്ച പാർട്ടിയാണ്. 64-ൽ ഞങ്ങൾ കൽക്കട്ടയിൽ പാർട്ടി 7-ാം കോൺഗ്രസ് കൂടിയപ്പോൾ ഈ പാർട്ടിക്കിട്ട പേരാണ് CPIM. ഭൂമിയുടെ ഇടത് രാഷ്ട്രീയം, വിയർപ്പൊഴുക്കുന്നവന്റെ വിമോചന രാഷ്ട്രീയം, സ്ത്രീപക്ഷ രാഷ്ട്രീയം, നിരന്തരം പോർമുഖങ്ങൾ തുറന്ന വി എസ് സമര കേരളത്തിന്റെ മനസ്സാക്ഷിയായി. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ മാത്രമല്ല, മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പോലും വി എസ് വ്യവസ്ഥിതിയുടെ പ്രതിപക്ഷമായി. ഒരു നിതാന്ത സമരജീവിതം. പാർട്ടിക്കുള്ളിൽ പൊരുതുമ്പോഴും വി എസ് വർഗശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് പ്രസ്ഥാനത്തെ പൊതിഞ്ഞുപിടിച്ച കൽക്കെട്ടായി. സമരം തന്നെ ജീവിതം എന്നാണ് വി എസിന്റെ ആത്മകഥയുടെ പേര്. അതിലുമേറെ സംക്ഷിപ്തമായ എങ്ങനെ നൂറ്റാണ്ട് പിന്നിട്ട് ആ മഹാജീവിതത്തെ ചുരുക്കിയെഴുതും. 2019-ലെ പുന്നപ്ര വയലാർ രക്തസാക്ഷി അനുസ്മരണത്തിൽ പങ്കെടുത്ത് ആലപ്പുഴയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷമാണ് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കിടപ്പിലായത്. പിന്നെ പൊതുവേദികളിൽ വി എസിനെത്താനായില്ല. രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടായില്ല.